ലോകപ്രശസ്ത പണ്ഡിതനും ആത്മീയ ഗുരുവും ആത്മജ്ഞാനിയും ആയിരുന്ന സുലൈമാനുൽ ജസൂലി റളിയല്ലാഹു അൻഹു എന്ന് പറയുന്ന ഒരു മഹാൻ ഒരിക്കലിങ്ങനെ ഒരു സ്ഥലത്ത് വുളൂ ചെയ്യാൻ വേണ്ടി വെള്ളം തിരയുന്നത് കണ്ടു. വുളൂ ചെയ്യാൻ വേണ്ടി ഇങ്ങനെ തിരയുന്നത് കണ്ടപ്പോ ഒരു വീടിന്റെ മുകളിൽ നിന്ന് ഒരു കൊച്ചു പെൺകുട്ടി ഇറങ്ങി വന്നിട്ട് ചോദിച്ചു, എന്താണ് ഉസ്താദെ നിങ്ങൾ തിരയുന്നത്? ഞാൻ വുളൂവിന് വേണ്ടി വെള്ളം കിട്ടാൻ വേണ്ടി, ആ കിണറുണ്ട്, പക്ഷെ വെള്ളം അടിയിലാണുള്ളത്. അപ്പൊ ആ കുട്ടി കിണറ്റിലേക്കൊന്ന് നോക്കിയിട്ട് ഫതഫല ഫിൽ ബിരി, ആ കിണറ്റിലേക്കൊന്ന് മെല്ലെ ആ കുട്ടി തുപ്പുകയും കിണറ്റിൽ നിന്ന് വെള്ളം പൊങ്ങി വന്നു, ഹൗദ് പോലെ. ആ കിണറ്റിൽ നിന്ന് സുലൈമാൻ ഉസ്താദ് അവർകൾ വുളൂ ചെയ്യുകയും ചെയ്തു. അങ്ങനെ അവര് ചോദിച്ചു, മോളെ നിനക്ക് എങ്ങനെയാണ് ഇത്ര വലിയ ഒരു ദറജ ഹാസുലായത്? അപ്പൊ ആ പെൺകുട്ടി പറഞ്ഞു, ആരംഭ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മേൽ സ്വലാത്ത് ചൊല്ലിയിട്ടാണ്. അങ്ങനെ മഹാനായ സുലൈമാൻ ഉസ്താദ് അവർകൾ അന്ന് തീരുമാനിച്ചു, ഞാൻ ഇന്നു മുതൽ നല്ലൊരു സ്വലാത്തുണ്ടാക്കും. അങ്ങനെ അവർ ക്രോഡീകരിച്ച് ജംഅ ചെയ്ത സ്വലാത്താണ് ദലായിലുൽ ഖൈറാത്ത്. സുലൈമാൻ അൽ ജസൂലി എന്ന് പറയുന്ന മഹാന് അവര് ഇപ്പോൾ മഗ്രിബിലെ മറാക്കിഷ് എന്ന് പറയുന്ന പട്ടണത്തിലാണ് മറവിട്ട് കിടക്കുന്നത്. സബ്ഉ റിജാൽ യഹ്മി മറാക്കിഷ്. ഷംവീൽ നൂറാനിന്റെ നേതൃത്വത്തില് റിഹ്ലത്തുൽ ഫുതൂഹ്, അൽ ഫുതൂഹിന്റെ ടൂറ് പോകാറുണ്ട് ചിലപ്പോൾ മൊറോക്കോയിലേക്ക്. ആ 7 ഔലിയാക്കന്മാരാണ് മറാക്കിഷ് പട്ടണത്തിലുള്ളത്. ഫാസ് പട്ടണത്തിൽ 1000 ഔലിയാക്കന്മാരാണ്. മദീനത്തുൽ ഔലിയ എന്നാണ് അതിനെപ്പറ്റി പറയുക. അബ്ദുൽ അസീസ് ദബ്ബാഗ് റളിയല്ലാഹു അൻഹു, നാരിയത്തു സ്വലാത്തിന്റെ ഇബ്രാഹിമു താസി റളിയല്ലാഹു അൻഹു, ഹിർസിഹിം റളിയല്ലാഹു അൻഹു, മൗലായി ഇദ്രീസ് എന്ന് പറയുന്ന ആ പട്ടണമുണ്ടാക്കിയ 6ാമത്തെ സയ്യിദ്, അതുപോലെ തന്നെ തീജാനി തുരീഖത്തിന്റെ ഷെയ്ഖായ അഹ്മദു തീജാനി, വലിയ 1000 ഔലിയാക്കന്മാരുള്ള സ്ഥലമാണ് ഫാസ് എന്ന് പറയുന്ന ഫാസ്. അവിടെ മറാക്കിഷ് എന്ന് പറയുന്ന പട്ടണത്തിൽ സബ്ഉ റിജാൽ യഹ്മി മറാക്കിഷ് എന്ന് പറയുന്ന ഷെയ്ഖ് സുഹൈലി, അബ്ദുൽ അസീസ് തബ്ബാ, ഇമാം ഖാദി ഇയാദ്, ഇമാം ജസൂലി തുടങ്ങിയ 7 പേരാണ്. ഇമാം ജസൂലി തങ്ങളുടെ ഈ സ്വലാത്ത് ലോകം മുഴുവനും ഇന്നും പാരായണം ചെയ്യപ്പെടുകയാണ്. മക്കയിൽ സ്ഥിരമായി അത് ഓതുന്നവരും അതിന്റെ ഖത്മിന്റെ മജ്ലിസുകളും ആഴ്ചയിൽ നടക്കുന്ന വീടുകളുണ്ട്, മദീനയിലുണ്ട്. അങ്ങനത്തെ ആ ദലായിലുൽ ഖൈറാത്ത് എന്ന് പറയുന്ന എല്ലാ ആശയങ്ങളും ഉൾക്കൊള്ളിച്ച ഒരു സ്വലാത്താണത്.